മനാഫ്ക, ഇത് മറ്റേ സൈനുദ്ദീൻ തങ്ങളുടെ മറ്റേ ഫത്തുഹൽ മുഈനിന്റെ ഭാഗമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു കിതാബിന്റെ PDF തന്നെ എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ മനാഫ്ഖാൻ ഞാൻ തെളിവിന് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം, കുഴപ്പമില്ല, അത് പരിശോധിച്ചോ. അപ്പോ ഇതില് കൃത്യമായി പറയുന്നുണ്ട് ദുആ അത് മറ്റെന്താണ് ഒച്ചയിൽ ചെയ്യുന്നത്, മറ്റേ നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അത് പയ്യെ ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ പഠിപ്പിക്കാനായിട്ട് വേണമെങ്കിൽ ഒച്ചയിൽ ചെയ്യാം എന്ന് സൈനുദ്ദീൻ തങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇത് വായിച്ചു നോക്കിയാൽ തന്നെ മനാഫ്ഖാനെ പിടികിട്ടും. പിന്നെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിനെ കോട്ട് ചെയ്യുമ്പോൾ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു കൊടുക്കാനായി ഒച്ചയിലും ചൊല്ലാമെന്നും അല്ലാത്ത പക്ഷം പയ്യെ ചൊല്ലണം എന്നും അതിൽ പറയുന്നുണ്ട്. അപ്പോ ഇത്ര വ്യക്തമായ ഒരു കാര്യത്തില് ഒരാളുടെ മേളില് തബ്ദീൽ ചെയ്ത് പറയുന്ന പോലെ ഒരു ഗ്രൂപ്പില് പബ്ലിക്കായി കൊണ്ടുവന്നിട്ട് ഇടുന്നത് ഒരു വളച്ചൊടിച്ചിടുന്ന പോലെ ആവൂലേ? ഷാഫി ഇമാമ് ആ വാക്ക് പറയുന്നതിന് മുമ്പ് ഷാഫി ഇമാമ് അവിടെ പറയുന്നത്, അതിനു മുമ്പ് തുടക്കം, നിങ്ങളിട്ട ഈ ടെക്സ്റ്റിന്റെ തുടക്കം എന്താണ്? സുന്ന ദിക്റു വദുആഉൻ സിർറൻ നഖിബഹ, പതുക്കെ ദിക്റും ദുആവും സുന്നത്താണ്. അയ്യുസന്നുൽ ഇസ്റാറു ബിഹിമാ, ദിക്റും ദുആവും പതുക്കെയാക്കൽ സുന്നത്താണ്. ലി മുൻഫരിദിൻ, ഒറ്റക്ക് നിസ്കരിക്കുന്നവന്, ഒറ്റക്ക് നിസ്കരിക്കുന്നവന്, വ മഅ്മൂമിൻ, മഅ്മൂമിനെ, വ ഇമാമിൻ ലം യുരിദ് തഅലീമൽ ഹാദിരീന, ഹാജറുള്ളവരെ പഠിപ്പിക്കലിനെ ഉദ്ദേശിക്കാത്ത ഇമാമിന്, വലാ തഅ്മീനഹും ലിദുആഇഹി ബിസമാഇഹി, ദുആ കേൾക്കുമ്പോൾ ആമീൻ പറയാനും ഉദ്ദേശമില്ലാത്ത ഇമാമിനാണ് പതുക്കെയാക്കൽ സുന്നത്ത്. അപ്പൊ ഇമാമ് പതുക്കെയാക്കൽ സുന്നത്തുള്ളത് രണ്ട് സ്ഥലത്താണ്. ഒന്ന്, അവിടെ ഹാജറുള്ളവരെ പഠിപ്പിക്കലിനെ ഉദ്ദേശിക്കുന്നു ഇല്ല, അവർ ഇമാമിന്റെ ദുആഇന് വലാ തഅ്മീനഹും ലിദുആഇഹി ബിസമാഇഹി, ഇമാമിന്റെ ദുആ കേൾക്കൽ കൊണ്ട് ഇമാമിന്റെ ദുആഇന് അവർ ആമീൻ പറയലിനെയും ഉദ്ദേശിക്കണില്ലെങ്കിലാണ് പതുക്കെയാക്കൽ സുന്നത്ത്. അപ്പൊ ഷാഫിഈ മദ്ഹബ് വിവരിച്ചുകൊണ്ട് തന്നെയാണ് ഫത്തുഹുൽ മുഈൻ പറയുന്നത്. ഷാഫിഈ മദ്ഹബാണ് ഫത്തുഹുൽ മുഈൻ ചർച്ച ചെയ്യുന്നതെന്ന് ഫത്തുഹുൽ മുഈന്റെ ആദ്യ ഭാഗത്ത് തന്നെയുണ്ട്. ഷാഫിഈ മദ്ഹബിലെ നിയമം എന്താ? ഇമാമ് പതുക്കെയാക്കണം എപ്പോൾ മാത്രം? പഠിപ്പിക്കലിനെ ഉദ്ദേശമില്ലെങ്കിലും ആമീൻ പറയലിനെ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും. അപ്പൊ ആമീൻ പറയലിനെ, ഇമാമിന്റെ ദുആ കേൾക്കുമ്പോൾ മഅ്മൂമീങ്ങൾ ആമീൻ പറയലിനെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ അപ്പൊ ഉറക്കയാക്കണമെന്ന് കിട്ടി. അപ്പൊ ഇമാമ് പതുക്കെയാക്കേണ്ട സന്ദർഭത്തുനിന്ന് ആമീൻ പറയൽ ഒഴിവാക്കിയിട്ടുണ്ട്, പഠിപ്പിക്കലിനെ ഒഴിവാക്കിയിട്ട്. അപ്പൊ രണ്ട് സ്ഥലങ്ങളാണ്. അതിൽ പഠിപ്പിക്കലിന്റെ കാരണം തെളിവാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന്റെ വാചകം കൊണ്ട് അവര് പിന്നീട് ഇവിടെ പറയുന്നത്. അല്പം കഴിഞ്ഞിട്ട് പിന്നീട് ഷാഫി ഇമാമ് ഉമ്മിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ആമീൻ പറയും ഉറക്കയാക്കലിനെ ആക്കാൻ പറ്റുന്ന സ്ഥലം, ആക്കേണ്ട സ്ഥലം പഠിപ്പിക്കലാണ് നേരത്തെ പറഞ്ഞു. ആ പഠിപ്പിക്കലിന്റെ തെളിവാണ്, പഠിപ്പിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഉറക്കയാക്കണമെന്നതിന് ഷാഫി ഇമാമ് തന്നെ ഉമ്മിൽ പറഞ്ഞ തെളിവ് പറയാണ്. നിയമം രണ്ടും നമ്മൾ പറഞ്ഞു. ഉറക്കയാക്കുന്ന സ്ഥലം അല്ലെങ്കിൽ പതുക്കെയാക്കൽ സുന്നത്തുള്ളത് രണ്ട് സ്ഥലമല്ലാത്തടത്താണ്. അവിടെ ഉറക്കയാണ് ആക്കേണ്ടത്. അതിലൊന്ന് പഠിപ്പിക്കലിനെ ഉദ്ദേശിക്കുമ്പോൾ, രണ്ട് ആമീൻ പറയലിനെ ഉദ്ദേശിക്കുമ്പോൾ, മഅ്മൂമീങ്ങൾ ആമീൻ പറയുമെങ്കിൽ. അപ്പൊ പഠിപ്പിക്കുന്നതിന്റെ തെളിവായിട്ട് ഷാഫി ഇമാം പറഞ്ഞൊരു വാക്കുകൂടി ഉദ്ധരിച്ചു എന്ന് മാത്രം. അതിന്റെ അർത്ഥം അവിടെ മാത്രമേ ഉറക്കയാക്കാവൂ, ബാക്കിയുള്ളവർക്കൊക്കെ പതുക്കെയാക്കണം എന്നാണോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അവിടെ എന്ത് പറയുമായിരുന്നില്ല? വലാ തഅ്മീനഹും ലിദുആഇ ബിസമാഇഹി, ആമീൻ പറയലിനെ ഉദ്ദേശമില്ലാത്ത മഅ്മൂമാണ് പതുക്കെയാക്കേണ്ടതെന്ന് പറയുമായിരുന്നില്ല. അപ്പോ ഷാഫി ഇമാമ് ഉറക്കയാക്കുന്ന ഒരു സന്ദർഭം പറഞ്ഞു, ഒരു സന്ദർഭം പറഞ്ഞ മറ്റേ സന്ദർഭം ഇല്ലാന്ന് വരൂല. അപ്പൊ ഷാഫി ഇമാമ അവിടെ ചുരുക്കിയ ഒരു സന്ദർഭം പറഞ്ഞു. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാര് അതിനൊക്കെ വിവരിച്ച് ആമീൻ പറയലിനെ ഉദ്ദേശിച്ചാലും ഉറക്കയാക്കണമെന്നും പറഞ്ഞു. ഫത്തുൽ മുഈൻ ഏതായാലും ആമീൻ പറയലിനെ ഉദ്ദേശിച്ചാല് ഉറക്കയാക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് അതിന്റെ ആദ്യ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാം. ഷാഫി ഇമാമ അതിലുള്ള ഒരു ഭാഗം കോട്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിച്ചിട്ട് അത് മാത്രമാണ് എന്നൊന്നും ഷാഫി ഇമാം ഉദ്ദേശിച്ചിട്ടില്ല. ഉറക്കയാക്കാൻ പറ്റുന്ന സന്ദർഭത്തിൽ ഒരു സന്ദർഭം ഷാഫി ഇമാം എടുത്ത് ഉദ്ധരിച്ചു എന്ന് മാത്രം.
ഫത്തുൽ മുഈന് ശേഷവും എന്ത് പറയുന്നുണ്ട്? ആമീൻ പറയൽ സുന്നത്താണ് എന്ന് ശേഷവും പറയുന്നുണ്ട് ഫത്തുൽ മുഈന്. അതിന്റെ താഴ്ഭാഗത്ത് പറയുന്നുണ്ട്. രണ്ടോ മൂന്നോ സ്ഥലത്ത് ആവർത്തിച്ച് ആമീൻ പറയണം എന്ന വിഷയം ഫത്തുൽ മുഈന് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പൊ ഒരു പുസ്തകത്തിന്റെ, ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്തെ അർത്ഥം നമ്മൾ വെക്കണ്ടേ? പിന്നീട് അതിനെ ഒരു ഭാഗത്തെ തെളിവ് ഷാഫി ഇമാമിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ അവിടെ മാത്രം ചിന്തിച്ചിരുന്നിക്കാണ്ട് ഇങ്ങനെ പക്ഷപാതം കാണിക്കുന്നത്, അതിന് തനിച്ച പക്ഷപാതം എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം അവര് ശേഷം ഇനി പറയുന്നുണ്ട് ആമീൻ പറയുന്ന സ്ഥലം. നേരത്തെ നമ്മള് ഇവിടെ ഉദ്ധരിച്ച ആ കിതാബിന്റെ ഉദ്ധരണി തന്നെ എന്ത് തഅമീനു മഅ്മൂമിൻ സമിഅ ദുആൽ ഇമാമീൻ, അതാ നിങ്ങൾ കൊണ്ടുവന്ന ഫുറൂഅ് കഴിഞ്ഞിട്ട് ആമീൻ പറയലും സുന്നത്താണ് മഅ്മൂമീങ്ങൾ ഇമാമിന്റെ ദുആ കേൾക്കുമെങ്കിൽ. വൈനഫില ദാലിക, അത് കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിലും ശരി, ദുആ ഹംദും സലാത്തൊക്കെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് മഅ്മൂമീങ്ങൾ ആമീനും പറയലും സുന്നത്താണ് എന്നാ പറഞ്ഞത്. രണ്ട് സ്ഥലമായി ഇപ്പൊ തന്നെ. എന്നിട്ട് അതിനൊക്കെ കൊട്ടിമാറ്റാന്ന് പറഞ്ഞാല് വല്ലാത്തൊരു കട്ടായിപ്പോയി. ചിലപ്പോ ഇതിനെ പറ്റിയായിരിക്കും പറയണേ. എന്ന് പറയണ ഈ ഒരു ഭാഗത്തിനെ പറ്റിയായിരിക്കും മുനാഫിക്ക് പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട് മുഅ്മിനീങ്ങള് ദുആ കേട്ടാൽ ആമീൻ പറയണം, അവർക്ക് ദുആ അറിയാം എങ്കിലും. പക്ഷേ എങ്കിൽ കൂടിയും ഇത് ഞാൻ ആദ്യം പറഞ്ഞതിന് ഇത് ഖണ്ഡിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞതിനെതിരെ ആദ്യം കൃത്യമായിട്ട് സൈനുദ്ദീൻ മഖ്തൂം തങ്ങൾ പറയുന്നുണ്ട് പയ്യച്ച് ദുആ ചെയ്യുന്നതാണ് നല്ലത്, പിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒച്ചത്തിൽ ചെയ്യാം. ഇനിയിപ്പോ ഇതില് ദുആ അറിയാമെങ്കിലും ആമീൻ പറയണം എന്നുള്ളൊരു വിഷയം കൂടെ പറയുമ്പോൾ അത് പഠനവുമായി ബന്ധപ്പെട്ടതാണെന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുക. പഠനവുമായി ബന്ധപ്പെട്ടാണ് നല്ല മനസ്സിലാക്കല്. ശരിക്കൊന്ന് ഇബാറത്ത് അർത്ഥം വെച്ചോ, ശരിക്കൊന്ന് ഇബാറത്ത് അർത്ഥം വെക്കി. യുസന്നോ, ഞാൻ വെച്ചേരാ പച്ച മലയാളത്തില്, ഞാൻ അർത്ഥം വെച്ചോടത്ത് എവിടെ തെറ്റെന്ന് പറ. ഇഫ്തിതാഹു ദുആഇ, ദുആ തുടങ്ങൽ സുന്നത്താണ്. ബിൽ ഹംദുലില്ലാ, അൽഹംദുലില്ലാ കൊണ്ട്, ബിൽ ഹംദുലില്ലാ വസ്സലാത്തു അലൻ നബി, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹംദും സലാത്തും കൊണ്ട് ദുആ അവസാനിപ്പിക്കലും സുന്നത്താണ്. വബി ആമീൻ, ആമീൻ കൊണ്ടും അവസാനിപ്പിക്കൽ സുന്നത്താണ്. വതഅമീനു മഅ്മൂമിൻ, മഅ്മൂമ് ആമീൻ ചൊല്ലലും സുന്നത്താണെന്നാ പറയുന്നത്. സമിഅ ദുആൽ ഇമാം, ഇമാമിന്റെ ദുആ കേൾക്കുന്ന. വൈൻ ഹഫിള ദാലിക, അവൻ ദുആ കാണാതെ അറിയുമെങ്കിലും ശരി, അവൻ ദുആക്കെ മഅ്മൂമിന് കാണാതെ അറിയാ എങ്കിൽ പോലും ആമീൻ പറയൽ സുന്നത്താണ് ഇമാമിന്റെ ദുആ കേൾക്കുമെങ്കിൽ. ഇപ്പൊ പഠിച്ച സുന്നത്തില്ല എന്നാണോ പറഞ്ഞത്? ആമീൻ പറയണമെന്നാ പറയുന്നത്. പഠിപ്പിക്കലുമായി ബന്ധപ്പെട്ടത് തന്നെയാണെന്ന് പറഞ്ഞാൽ പഠിച്ചാലും ശരി ആമീൻ പറയണമെന്ന് പറഞ്ഞ പിന്നെ പറയണ്ടെന്നാ മനസ്സിലാക്കേണ്ടത്. വല്ലാത്തൊരു കട്ടായിപ്പോയി. സുന്ന ദിക്റു വദുആഉ സിർറൻ അഖിബഹ. സുന്ന എന്ത് സുന്ന? ദിക്റു വദുആഉ, ദിക്റും ദുആഉം, സിർറൻ അഖിബഹ മറ്റേ സൈലന്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അയ്യസ്സലാത്ത്, നമസ്കാരത്തിന് ശേഷം സൈലന്റ് ആയിട്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല സുഹൃത്തെ. സുന്ന ദിക്റു ദുആഉം സിർറൻ അഖിബഹ, നിസ്കാരത്തിന് ശേഷം പതുക്കെ ദുആ ചെയ്യൽ സുന്നത്താണ്. ഞാൻ നേരത്തെ അർത്ഥം വെച്ച് തന്നു. പിന്നെ ബാക്കി വേണ്ടി വായിച്ച് ആർക്കെന്ന് പറയുന്നുണ്ടേ, സുന്നത്തുണ്ട് ആർക്ക്? ഈ സുന്നുൽ ഇസ്റാറു ബിഹിമാ രണ്ടും പതുക്കെയാക്കൽ സുന്നത്താണ്. മുൻഫരിദിൻ, ആർക്ക്? ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ. വ മഅ്മൂമിൻ, മഅ്മൂമിങ്ങൾക്ക്. രണ്ട്, മൂന്നാമത്തെ ആളെ കൂടി നോക്കിക്കോ. വ ഇമാമിൻ, ഇമാമിന്. എല്ലാ ഇമാമും അല്ല. ലം യരിദ് തഅലീമൽ ഹാദിരീന, ഹാദിരീങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കാത്ത ഇമാമിന് പോരാ. വല തഅമീനഹും ലിദുആഇ ബിസമാഇ, കേൾക്കുമ്പോൾ ഇമാമിന്റെ ദുആഇന് ആമീൻ പറയലിനെ ഉദ്ദേശിക്കണില്ല ഈ മഅ്മൂമീങ്ങൾ. അവര് വേഗം പോയി, അല്ലെങ്കിൽ അവര് ഉദ്ദേശിക്കണില്ല. അങ്ങനെയുള്ള ഇമാമും പതുക്കെയാക്കണം എന്നാണ്. ആരെന്ന് പറഞ്ഞിട്ടുണ്ട് പതുക്കെ ആക്കണം എന്ന് പറഞ്ഞ ഭാഗം മാത്രം വായിക്കലല്ല, ബാക്കിയും കൂടി വായിക്കണേ. എന്തൊരു കഷ്ടാണിത്. ഒരു വാചകത്തിന്റെ ഒരു വരി മാത്രം വായിച്ച് നിർത്തല. അതിനല്ല കള്ളത്തരം എന്ന് പറയുന്നത്. ആർക്കെന്ന് പറയുന്നുണ്ട്? ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവൻക്ക്, പിന്നെ രണ്ട് മഅ്മൂമീങ്ങൾക്ക്.
പിന്നെ ആമീന് മഅ്മൂമീങ്ങൾ പറയാത്ത ഇമാമിനും പറയുന്ന ഇമാമല്ലാന്നപ്പ ഇന്ന് കിട്ടിയില്ലേ? എന്താ പഠിച്ചോന് ബുദ്ധി എന്ന് പറഞ്ഞ സാധനം. വഹാബിന്റെ അമ്മിന്റെ ഒട്ടില് പണയം വെച്ചാൽ ഇങ്ങനെ പ്രശ്നമാവും. ഫത്തുൽ മൊയിനൊന്നും തിരിയാത്തവരല്ല കുട്ടിയെ. നമ്മളെ ഈ ഫത്തുൽ മൊയിനെ 1-ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ ദർസിൽ പോയിട്ട് 2-ാം ക്ലാസ് മുതൽ ഓതുന്ന ഈ മനുഷ്യന്മാരെ, ഈ ആലിമീങ്ങളും ഈ തലീകെട്ടും കെട്ടി നടക്കുന്ന ഉസ്താദുമാരും മുത്താലിമീങ്ങളൊന്നും പൊട്ടന്മാരൊന്നല്ല. പള്ളി ദർസ് പോയിട്ട് ഉസ്താദ് എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഉസ്താദ് ഇബാറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞെന്നാ സ്വീകരിക്കാൻ മാത്രമുള്ള പടുവിഡ്ഢികളൊന്നല്ല ഇവിടെയുള്ള ഈ മൂല്യരിറ്റാള് പള്ളി ദർസിലേക്ക് ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പറഞ്ഞൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞാണ്ട് അങ്ങനെ സ്വീകരിക്കൊന്നുമില്ല. കിതാബ് വെച്ചുകാണ്ട് ചർച്ച ചെയ്യുമ്പോ കിതാബിനെ എതിരെ ഉസ്താദ് പറഞ്ഞ ചോദ്യം ചെയ്യും. ഈ ആയിരക്കണക്കിന് മുത്താലിമീങ്ങളും ഉസ്താദുമാരും അവരുടെ ഉസ്താദ് പറഞ്ഞത് കേൾക്കുന്നത് ഈ ഇബാറത്ത് വെച്ച് പറഞ്ഞിട്ടാ. അവരാദ്യമാകെ മാത്രം ഒരു വരി വായിച്ചിട്ട് ഇബാറത്ത് അർത്ഥം വെക്കണമല്ല, മുഴുവനും വായിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഇനിയിപ്പോ എന്താ വേണ്ടി? 2 സ്ഥലത്താണ് അവര് ആമീൻ പറഞ്ഞാല് ഉറക്കയാക്കണം എന്ന അർത്ഥത്തിനും ആമീൻ പറയൽ സുന്നത്താണ് എന്നും ഒക്കെ പറഞ്ഞത് 2 സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ കണ്ടത്. എന്നിട്ട് അതിനെ ആദ്യ ഭാഗം വായിച്ച അതിന്റെ അപ്പുറത്ത് വായിച്ചാതിക്കുക, അങ്ങോട്ട് കൊട്ടി മാറ്റുക. എന്തൊരു കഷ്ടമാണ് പഠിച്ചോനെ. ഈ ആലിമീങ്ങൾ മുഴുവനും ഫത്തുൽ മൊയിനെതിരെ ഇങ്ങനെ ഇപ്പൊ നമ്മളെ പള്ളിയിലൊക്കെ നടക്കുന്നതൊക്കെ ഫത്തുൽ മൊയിനെതിരാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഷാഫി ഇമാമിനെതിരാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ആ മനസ്സിലാക്കൽ തന്നെ മഹാവിഡ്ഢിത്തല്ലേ. ഇവരൊക്കെ അപ്പൊ ഈ വരുന്ന മൗലമാരൊക്കെ പൊട്ടന്മാരാ. ഈ മുത്താലിമീങ്ങൾ ഓതാൻ വേണ്ടി വരുമ്പോ ഉസ്താദ് എന്ത് പൊട്ടത്തരം പറഞ്ഞാലും സ്വീകരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഉസ്താദുമാരൊക്കെ ഫത്തുൽ മൊയിനെതിരെ പഠിപ്പിച്ചെടുത്തതാ. ഇത് ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നല്ല ഈ പള്ളി ദർസിൽ കോളേജുകളിൽ ഓതാൻ വരുന്നത് എന്ന് മനസ്സിലാക്കിക്കോളി.